ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പോവാണ്, അടുത്ത ക്ലാസ്സിലേക്ക് പോവാണ്. അപ്പോൾ നിങ്ങൾ ട്രിഗണോമെട്രിയിൽ ഇനി കുറേയൊക്കെ ക്വസ്റ്റ്യൻസ് ഞാൻ പഴയ വീഡിയോയിൽ പ്ലേലിസ്റ്റിൽ നോക്കാം, പഴയ വീഡിയോയിലുണ്ട് കേട്ടോ, അതൊക്കെ നോക്കി ചെയ്യാം. ഇനി കൂടുതൽ നാളെയല്ലേ എക്സാം, നമുക്ക് സമയമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ തൽക്കാലം ഡെറിവേറ്റീവ്സിൻ്റെ പ്രോബ്ലം നമ്മൾ ക്ലാസ്സിലെ ആദ്യത്തെ വീഡിയോസ് അതാണ് കേട്ടോ. നമ്മുടെ 2015 സ്കീമിലെ വീഡിയോസിൽ ആദ്യം ഞാൻ ഡിഫറൻസിയേഷൻ പഠിപ്പിക്കുന്നുണ്ട്, ആദ്യത്തെ 4 വീഡിയോ. അത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഇപ്പോൾ അത് നിങ്ങൾ തന്നെ പഠിക്കണേ, ഇനി സമയമില്ല നമുക്ക്. ഞാൻ അതിൽ ചെയ്യാത്തൊരു കാര്യം, ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ടാകുന്നു, ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവ്. അത് ഞാൻ ആ വീഡിയോയിൽ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവ് എന്താ പറയുക, ഇപ്പോൾ ഒന്നുകൂടി പഠിപ്പിക്കാൻ പോവുകയാണേ. അതിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ഒരു സ്പിയറിൻ്റെ പ്രോബ്ലം, അതുപോലെ ആക്സലറേഷൻ, വെലോസിറ്റി, അങ്ങനെ കുറച്ച് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഡിഫറൻസിയേഷൻ്റെ സിമ്പിളായിട്ടുള്ള, നമുക്ക് മറ്റേനേക്കാൾ എളുപ്പമാണ്, ആപ്ലിക്കേഷനാണ് എനിക്ക് തോന്നുന്നത് എളുപ്പമായിട്ട് തോന്നുന്നത്. അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സാധാരണ ഡെറിവേറ്റീവിൻ്റെ പ്രോഡക്റ്റ് റൂൾ, കോഷ്യൻ്റ് റൂൾ, അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് ലോഗരിതം ഡിഫറൻസിയേഷൻ, പാരാമീറ്റർ ഡിഫറൻസിയേഷൻ എന്നുള്ള ടോപ്പിക്കുകളുണ്ട്. നമ്മുടെ ഫസ്റ്റ് ഇതിൻ്റെ ഞാൻ 2015 സ്കീമിൽ ആദ്യമായിട്ട് ചെയ്ത വീഡിയോസ് ഉണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റ് നോക്കുക, അവസാനമായിരിക്കും പ്ലേലിസ്റ്റ്, അവസാനമാണ് തോന്നുന്നത്, ആദ്യം ഉണ്ടാക്കിയ പ്ലേലിസ്റ്റാണ്. അപ്പോൾ അതിൽ കയറിയിട്ട് ആ ഡിഫറൻസിയേഷൻ ഒരു 5 വീഡിയോസ് ഉണ്ട്. ആദ്യത്തെ 2015 സ്കീമിൻ്റെ വീഡിയോസ് കേട്ടോ, പോളിടെക്നിക് മാത്തമാറ്റിക്സ് 1 കൊടുത്തിട്ടുണ്ട്, അത് കാണാം. അത് എന്തായാലും നിങ്ങൾ തനിയെ കണ്ടോളണേ, നമുക്കിനി സമയമില്ല. ഇന്നിപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്നത് ആപ്ലിക്കേഷനോ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന സെക്ഷനാണ് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്യണേ. അപ്പോൾ അതിന് മുമ്പ് ആദ്യം ഡിഫറൻസിയേഷൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല, ഡിഫറൻസിയേഷൻ കണ്ടിട്ടൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ഡിഫറൻസിയേഷൻ്റെ ഈ ചാപ്റ്ററിൽ ആവശ്യമുള്ള കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. ഡിഫറൻസിയേഷൻ മൊത്തം ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നില്ല കേട്ടോ. അത് പഠിപ്പിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, മാത്തമാറ്റിക്സ്, പോളിടെക്നിക് മാത്തമാറ്റിക്സ് 1 എന്ന് പറയുന്ന 2015 പ്ലേലിസ്റ്റ് നോക്കുക, അതിൽ ആദ്യത്തെ 5 വീഡിയോ കാണാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇർഫാൻ ഓക്കെ അല്ലേടാ? അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. യെസ്, അപ്പോൾ നമുക്ക് ഡിഫറൻസിയേഷൻ ഇതാണ് സിമ്പിള്, d/dx ഓഫ്, ആവശ്യമുള്ള സിമ്പിൾ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, ഒരു കോൺസ്റ്റൻറ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ആൻസർ എന്ത് കിട്ടും? 0 കിട്ടും. d/dx ഓഫ് k എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. k എന്ന് ഉദ്ദേശിക്കുന്നത് എക്സ് ഇല്ലാത്ത ടൈം. ഒരു എക്സാമ്പിൾ, d/dx ഓഫ് 2ൻ്റെ ഡെറിവേറ്റീവ് എത്രയാണ്? 0. മനസ്സിലായോ? d/dx ഓഫ് 3യുടെ ഡെറിവേറ്റീവ് എത്രയാണ്? എത്ര വരിക? 0. അമ്മല്ലേ d/dx ഓഫ് 4ൻ്റെ ഡെറിവേറ്റീവ് എത്ര വരിക? 0. d/dx ഓഫ് 5, മനസ്സിലായോ? 5ൻ്റെ ഡെറിവേറ്റീവ് എത്ര വരിക? 0. കാര്യം മനസ്സിലായോ? അതായത് എക്സ് ഇല്ലാത്തതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 0 ആണ്. എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ കോൺസ്റ്റൻ്റ്, മനസ്സിലായോ? കോൺസ്റ്റൻ്റിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 0 ആണ്. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് 0. ഓക്കെ, ഇനിയുള്ളതാണ് നന്നായി നോക്കേണ്ടത്. അപ്പോൾ കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് 0 എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവ് എന്നുള്ള ചാപ്റ്ററിലേക്ക് വേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, എല്ലാം പഠിപ്പിക്കുന്നില്ല. ഓക്കെ, d/dx ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആണ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് എത്രയാണ്? 1 ആണ്. d/dx ഓഫ് x² എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെറിവേറ്റീവ് 2x. x² ഡെറിവേറ്റീവ് 2 ആദ്യം എഴുതാം, പിന്നെ x. d/dx ഓഫ് x³ എന്ന് പറഞ്ഞാൽ എന്താ വരിക? 3x². കണ്ട, ഈ 3 ആദ്യം വന്നു, പിന്നെ ഒരെണ്ണം കുറച്ചു. d/dx ഓഫ് x⁴ എന്താ വരിക? 4x³. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ d/dx x⁵ എന്ന് പറഞ്ഞാൽ നിങ്ങൾ x⁵ എന്തായിരിക്കും? എന്താ? 5x⁻⁴ ഒരെണ്ണം കുറയ്ക്കുക, 4. ക്ലിയർ അല്ലേ? d/dx ഓഫ് x⁻⁶ എന്താ? ഇത് മാത്രം പഠിച്ചില്ല, ഇത് മാത്രം പഠിച്ച് ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവ് കിട്ടി, സെറ്റാണ് കേട്ടോ, പേടിക്കണ്ടേ. ഇത് മാത്രം പഠിച്ചാൽ മതി. ഈ ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവ് കിട്ടും, കൂടുതലൊന്നും വേണ്ട. ഓക്കെ, x⁻⁶ എന്താ വരിക? 6, x⁻⁴ ഒരെണ്ണം കുറഞ്ഞു, 5. ക്ലിയർ ആയോ? ഇൻഫോം മനസ്സിലായോ? d/dx x⁻⁻10 എന്താ വരിക? 10 x⁻⁴ കുറയാണ് വേണ്ടത്, 9 കേട്ടോ. ഓക്കെ അല്ലേ?
അപ്പോൾ ജനറലൈസ് ചെയ്യാം നമുക്ക്. ഡി ബൈ ഡി എക്സ് എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താ വരിക? എൻ എക്സ് റേസ് ടു എൻ മൈനസ് വൺ, എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് വൺ. ഓക്കെ ആണോ? എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് വൺ വരും കേട്ടോ. ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇത് മാത്രം മതിയിട്ട്, ഇത് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവിൽ 15 മാർക്കും, അത് 15 പോരാ, ഒരു 20 മാർക്ക് സെറ്റ് ചെയ്യാം കേട്ടോ ആ ചാപ്റ്ററിന്. ഇത് മാത്രം മതി, ഇത് മാത്രം ഉണ്ടെങ്കിൽ ഒരു 20 മാർക്ക് സെറ്റ് ചെയ്യാം കേട്ടല്ലോ. ശ്രദ്ധിക്കണേ, നമുക്കിവിടെ വേരിയബിളിൽ ചെറിയ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് മനസ്സിലായിച്ചെങ്കിൽ, ഇതിങ്ങനെ മനസ്സിലായിട്ട് കാര്യമില്ല, ഇതിൻ്റെ കൺസെപ്റ്റാണ് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ വേരിയബിൾ എക്സിലാവണമെന്ന് നിർബന്ധമില്ല. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും ചോദിക്കുക: ഡി ബൈ ഡി ടി ഓഫ് കോൺസ്റ്റൻറ്റ്. കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ചെയ്യുമ്പോൾ എന്തായിരിക്കും? 0 ആയിരിക്കും. ഡി ബൈ ഡി ടി ആണ് കേട്ടോ, എക്സ് അല്ല വരിക, ടി ആണ് വരിക. ഡി ബൈ ഡി ടി ഓഫ് ടി മനസ്സിലാക്കി പഠിക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് എത്രയാണ്? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എത്രയാണ്? 1 അല്ലേ? അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് ടി എന്താ വരിക? എക്സിന് പകരം ടി ആയി എന്നല്ലേ ഉള്ളൂ, അതെന്തായിരിക്കും? 1 തന്നെ. അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് ടി സ്ക്വയർ എന്താ വരിക? എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x. അപ്പോൾ ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 2t. ക്ലിയർ ആവുന്നുണ്ടോ? ഇതാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെയാണ് ചോദിക്കുക, അല്ലാണ്ട് എക്സ് അല്ല ചോദിക്കുക. അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് ടി ക്യൂബ് എന്ന് പറഞ്ഞോ എന്താ വരിക? ടി ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3t സ്ക്വയർ. ക്ലിയർ ആവുന്നുണ്ടോ? അതായത് എക്സ് ക്യൂബ് എങ്ങനെയാണോ അതേപോലെ വന്നു, മനസ്സിലായോ? അപ്പോൾ ടി ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 3t സ്ക്വയർ. ഡെറിവേറ്റീവ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ടിയിലായിരിക്കണം, മനസ്സിലായോ? അപ്പോൾ ഇത് നിങ്ങൾ പറഞ്ഞു ഡി ബൈ ഡി ടി ഓഫ് ടി ക്യൂബ് എന്ന് പറഞ്ഞു, ടി റേസ് ടു 4ൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക? 4t ക്യൂബ് എന്ന് വരും. ശരിയാണോ? ഡി ബൈ ഡി ടി ഓഫ് ടി റേസ് ടു 5 എന്താന്ന് വരിക? ടി റേസ് ടു 5ൻ്റെ ഡെറിവേറ്റീവ് എത്ര? 5t റേസ് ടു 4 കേട്ടോ. ദാറ്റ്സ് ഓൾ. ഇത്രയാണ് 5 മാർക്ക് സെറ്റായിട്ടാ. ഇത് നമ്മുടെ വെലോസിറ്റി കാണുന്ന പ്രോബ്ലമാണ്. വെലോസിറ്റിയിൽ ഇങ്ങനെ ചോദിക്കുക. 5 മാർക്ക് കിട്ടി. ഈ ഒരു കാര്യം മാത്രം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് 5 മാർക്ക് സെറ്റായി കേട്ടോ. ക്ലിയർ അല്ലേ? അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇത്ര അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞുതരാം ക്വസ്റ്റ്യൻ. അത് എടാ കേട്ടില്ല? അതന്നെ ഇത് പഠിച്ചിട്ടില്ലല്ലോ. കുഴപ്പമില്ല. അത് ക്വസ്റ്റ്യൻ അത് എന്താ അങ്ങനെയല്ലടാ. ക്വസ്റ്റ്യൻ എന്താ പ്രശ്നം വെച്ചിട്ടാ, നമ്മൾ അവസാനത്തെ 2 ദിവസമല്ലേ പഠിക്കുന്നത്, അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലാവുക. കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതാ പറഞ്ഞത്, നമ്മൾ അവസാനം ഒരൊറ്റ ദിവസം കൊണ്ട് പഠിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. എല്ലാം കൂടി ഒരു ദിവസം നമ്മുടെ തലയിലേക്ക്, അത് ഇഷ്ടമുള്ള സാധനമാണ് കുഴപ്പമില്ല. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനം നമ്മൾ അവസാനത്തെ 2-3 ദിവസത്തിനുള്ളിൽ പഠിക്കില്ലേ. അപ്പോൾ പിന്നെ അത് എല്ലാവർക്കും, നിങ്ങൾക്ക് മാത്രമല്ല ആർക്കായാലും, ഞാനടക്കം അങ്ങനെ തന്നെയാണ്. എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യം ഞാനൊരു അവസാന സമയത്ത് ഇരുന്നിട്ട് പഠിക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും? വെറുപ്പായിരിക്കും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ അത് തലയിൽ സേവ് ആയിട്ടുണ്ടാവില്ല. അതിന് മുമ്പ് അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, മനസ്സിലായോ? അല്ലേ? ഒരു ദിവസം 2 ദിവസം കൊണ്ട് എല്ലാ വേർഡീസും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇത് ആ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഇത് എവിടെയാണ് അപ്ലൈ ചെയ്യുക എന്നൊക്കെ ഡൗട്ട് വരും, സ്വാഭാവികം കേട്ടോ. അപ്പോൾ ഇതാണ് പ്രശ്നം, മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഷായന വീഡിയോ ഓണാണ് തോന്നുന്നു കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഓക്കെ അല്ലേ? ഇനി ഇത് മാത്രമല്ല, അടുത്ത 5 മാർക്കിനുള്ള പറയാം. അടുത്ത 5 മാർക്ക് എന്ന് പറഞ്ഞാൽ
അടുത്ത 5 മാർക്ക് d/dx അല്ല d/dr ഓഫ് ആറിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ആറിൽ എന്താണ് 1 ആണ്. d/dr ഓഫ് ആർ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് 2r. കണ്ടോ, d/dr ഓഫ് ആർ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താ 3r². കാര്യം മനസ്സിലാവുന്നുണ്ടോ? നമുക്കിവിടെ വേരിയബിൾ ആറും ടിയും എന്തൊക്കെ അങ്ങനെയൊക്കെ വരുന്നത് കേട്ടോ, അല്ലാതെ നമ്മൾ പറഞ്ഞ പോലെ എക്സ് അല്ല. മനസ്സിലായി ഈ ചാപ്റ്ററിൽ? അപ്പോൾ ഐഡിയ ഓക്കെ അല്ലേ? അമൽ ഓക്കെ അല്ലടാ? d/dr ഓഫ് r⁴ എന്ന് പറഞ്ഞോ അമൽ, 4r³ ഐഡിയ കിട്ടിയല്ലോ, മനസ്സിലായോ? ഇത്രയും കിട്ടിയാൽ മതി. നമ്മൾ ചാപ്റ്റർ സെറ്റായി. 20 മാർക്ക് അല്ലെങ്കിൽ 15 മാർക്ക് മിനിമം നമുക്ക് ഈ ഒരു യൂണിറ്റിൽ നിന്ന് കിട്ടും. ഓക്കെ, 20 ഞാൻ ഉറപ്പ് പറയുന്നില്ല, 15 മാർക്ക്. ഏതാ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് അത് പറഞ്ഞുതരാം. അതന്നെ ഞാൻ വേറെ പ്രോബ്ലത്തേക്ക് പോവാണ്. ഇത് എഴുതിക്കുക, ഇത് ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. മറ്റിൻ്റെ അത്ര റിസ്ക് ഇല്ലേ, സാധാ ഡിഫറൻസിയേഷൻ്റെ അത്ര റിസ്ക് ഇല്ല, പക്ഷെ മനസ്സിലാക്കി പഠിക്കണം. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, പേപ്പർ നോക്കുന്ന ടീച്ചർമാർ കുറേയൊക്കെ ദയ കാണിക്കുക. നമ്മുടെ 2015 സ്കീമല്ലേ, ഒന്നും എഴുതാത്ത പേപ്പറിന് അവർ ദയം കാണിക്കില്ല. പക്ഷേ നമ്മളിപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ഒക്കെ സ്റ്റാർട്ടിങ് ഒക്കെ എഴുതി വെച്ചിട്ട് 2-3 സ്റ്റെപ്പ് ഡിഫറൻസിയേഷൻ നമ്മൾ ഫുള്ള് നിങ്ങൾ ശരിയാക്കുന്ന എനിക്ക് ഉറപ്പൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ശരിയാക്കുന്നിടത്തോളം മാക്സിമം ശരിയാക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻ നല്ല നീറ്റായിട്ട് തോന്നിയത് എന്തെങ്കിലുമൊക്കെ എഴുതി വെട്ടിക്കളയരുത്. നീറ്റായിട്ട് എഴുതുന്നത് അത്രയും നീറ്റായിട്ട് എഴുതി വയ്ക്കുക. മനസ്സിലായോ? അങ്ങനെ എഴുതുന്നത് അത്രയും നീറ്റായിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിലൊരു ക്വസ്റ്റ്യൻ പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ ഈ പറയുന്ന ക്വസ്റ്റ്യന് എല്ലാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഒരു മാക്സിമം ഒരു 5-6 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അതാണ് പഠിച്ച സാധനം സെറ്റായി. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യല്ലേ? അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം കൂടി നിങ്ങൾ ഈ ചാപ്റ്ററിൽ ആവശ്യമുണ്ട്. നമുക്ക് പണ്ട് അറിയുന്ന കാര്യമാണ് ഏരിയ ഓഫ് എ സർക്കിളിൻ്റെ ഏരിയനെ വിളിക്കുന്ന പേര് A=πr². സർക്കിളിൻ്റെ ഏരിയ എന്താണ്? πr² എന്നാണ് കേട്ടോ. ഏരിയ ഓഫ് എ സർക്കിൾ എന്താണ്? πr². അതുപോലെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവ് കേട്ടോ. അതിനെ നമുക്കിപ്പോൾ എന്താ വിളിക്കുക? P എന്ന് കൊടുക്കുക അല്ലേ? പേര് പെരിമീറ്ററിന് ചുറ്റളവ് കേട്ടോ. അതിനെന്താ വേറെ സർക്കിൾ എന്ന് പറയുമ്പോൾ വേറൊരു പേര് പറയല്ലോ. എന്താണ്? അല്ല, എന്തൊരു വാക്കുണ്ടല്ലോ, ഞാനതൊക്കെ മറന്നുപോയി വിഷയെ. എന്താണ്? അയ്യോ, എന്തായാലും സാധനം. ഓക്കെ, 2πr ഇടാ, അതാണ് സാധനം. എന്താ വെച്ചാൽ അത് ഞാൻ ഇപ്പോൾ കോമഡി ആവുമല്ലോ മാത്സ്. ഇത് വേറെ നിങ്ങളുടെ ടീച്ചർമാർക്കൊന്നും കാണിച്ചു കൊടുക്കരുത്. ഓക്കെ, ഞാൻ സാറ് മറന്നുപോയി. അത് വേറെ ഒരു മിനിറ്റ് നമുക്ക് നെറ്റ് സെർച്ച് ചെയ്യാം. പെരിമീറ്ററിന് സർക്കിളിന് വേറൊരു പേരാ പറയും. എന്താ അല്ലേ ഗതികേട്, മാത്സ് മറന്നു പോകുന്നു. നമ്മൾ കുറച്ച് കാലം മാത്സിനോടെ ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ഈ +2ലേക്ക് ഇറങ്ങി. അങ്ങനെ ഹയർ ആയിട്ടുള്ളൊക്കെ മറന്നു പോട്ടെ. പെരിമീറ്റർ ഓഫ് സർക്കിളിനെ വിളിക്കുന്ന പേര് സർക്കംഫറൻസ്. വാക്ക് കിട്ടാണ്ടിട്ടാണ് കേട്ടോ. സർക്കംഫറൻസ് എന്നാണ് വിളിക്കുക കേട്ടോ. സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ എന്നാണ് പറയുക കേട്ടോ. ചുറ്റളവ്, സർക്കിളിൻ്റെ ചുറ്റളവ്. ഓക്കെ, മറന്നുപോയി. അപ്പോൾ സർക്കിളിൻ്റെ കേസ് അതാണ്. ഇനി നമ്മുടെ റെക്റ്റാങ്കിൾ അല്ലേ? റെക്റ്റാങ്കിളിൻ്റെ ശ്രദ്ധിച്ചോളണേ, ഇത് റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് എന്താ പറയുക, ഇത് ലെങ്ത്തും ഇത് ബ്രെഡ്ത്തും ഇത് ലെങ്ത്തും അല്ലേ? അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്താ? ഓർമ്മയുണ്ടോ? ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്താ? പണ്ട് പഠിച്ച ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് കേട്ടോ. ഓക്കെ, റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് കേട്ടോ. അതുപോലെ അതിൻ്റെ എന്താ പെരിമീറ്റർ എത്രയാണ്? പെരിമീറ്റർ 2L, 2 × ലെങ്ത്ത് + 2 × ബ്രെഡ്ത്ത്, അല്ലെങ്കിൽ 2 × L + B എന്ന് പറയാറുണ്ട് കേട്ടോ. ഇവിടെ 2 സെല്ലും ഇല്ലേ, 2 ബ്രെഡ്ത്ത്, ഇത് കൂടി ചുറ്റളവ് അല്ലേ? ഇതാണ് ചുറ്റളവ് എന്ന് വിളിക്കുന്നത് പെരിമീറ്റർ. ഓക്കെ, അതുപോലെ സ്ഫിയർ വരുമ്പോഴേ ഇത് സ്ഫിയറിൻ്റെ പ്രോബ്ലമാണ്. നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വെരി ഇമ്പോർട്ടൻറ്റ്. സ്ഫിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ സർക്കിളിൻ്റെ 3D രൂപം, അതിനാണ് നമ്മൾ സ്ഫിയർ എന്ന് വിളിക്കുക അല്ലേ? സർക്കിളിൻ്റെ ആ 3 ഡയമെൻഷനലായിട്ടുള്ള ഭാഗം. ഓക്കെ, മനസ്സിലായോ? അതിനാണ് നമ്മൾ സ്ഫിയർ എന്ന് വിളിക്കുക. അപ്പോൾ സ്ഫിയറിൻ്റെ അതിലുണ്ട് സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ കേട്ടോ. സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുക. അതായത് മൊത്തത്തിൽ ഏരിയ നമ്മൾ പറയാറില്ല.
അതായത് അത് സർഫസിലുള്ള ഏരിയ, സ്പിയർ എന്ന് പറഞ്ഞാൽ ഒരു ബോൾ പോലത്തെ, മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ സർഫസിലുള്ള ഏരിയ പറയാൻ പറ്റുള്ളേ. അപ്പോൾ എസ് എന്ന് കൊടുക്കാറുണ്ട് സർഫസ് ഏരിയനെ. ഇനിയിപ്പോൾ എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. 4πr², ഇടാ 4πr². ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്തേക്ക്. നിങ്ങൾ വേറെ ഒന്നും പഠിച്ചില്ലെങ്കിലും സർക്കിളും സ്പിയറും പഠിച്ചാൽ മതി കേട്ടോ. സർഫസ് ഏരിയ ഓഫ് സ്പിയർ എന്താണ്? 4πr². 4πr². സർഫസ് ഏരിയ ഓഫ് സ്പിയർ എത്രയാണ്? 4πr². ഇതാണ് ഞാൻ പറഞ്ഞ 6 വരുന്നത്. 6നെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് നമ്മൾ. അതുപോലെ വോളിയം ഓഫ് ദ സ്പിയറും നമുക്ക് ആവശ്യമുണ്ട്. സ്പിയറിൻ്റെ വോളിയം, ഇത് രണ്ടുമാണ് നമുക്ക് ആവശ്യം. V = 4/3πr³. 4/3πr³. ഇത് നിങ്ങൾ വേറെ ഒന്നും പഠിച്ചില്ലെങ്കിൽ സ്പിയർ മാത്രം പഠിച്ചാൽ ഒരു 5 മാർക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. സ്പിയർ മാത്രം പഠിച്ചാൽ മതി, ഒരു 5 മാർക്ക് നമുക്ക് സെറ്റ് ചെയ്യാം. കേട്ടല്ലോ? ക്ലിയർ. ഇനി പ്രോബ്ലത്തേക്ക് പോകാവേ. പറയട്ടെ. അപ്പം നമുക്കിവിടെ 2 സെക്ഷനായിട്ടാണ് പഠിക്കാനുള്ളത്. ഇവിടെ നമുക്ക് ആദ്യം ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവിൽ ഒരു മാക്സിമം മിനിമം പഠിക്കണം. മെയിനായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. മാക്സിമം മിനിമം എന്ന് പറഞ്ഞ ടോപ്പിക്കുണ്ട്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ആക്സലറേഷനും വെലോസിറ്റി. ഇത്രയും മെയിനായിട്ട് അത് രണ്ടും പഠിച്ചാൽ മതി. ഓക്കെ. നോട്ട് ചെയ്തല്ലോ? ഞാൻ മാറ്റിട്ടാ. നോട്ട് ചെയ്തില്ലേ? ഹലോ, നോട്ട് ചെയ്തില്ലടാ? ഓക്കെ. അപ്പോൾ നമ്മുടെ മെയിൻ ഒന്നാമത്തെ ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവ് ഫസ്റ്റ് ടോപ്പിക്കാണ്. എന്താ പറയുക? വെലോസിറ്റി. ഹെഡിങ് എഴുതുക, വെലോസിറ്റി. ഇങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ തരിക. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ പാർട്ടിക്കിൾ ഈസ് എസ്. നമുക്ക് എസ് എന്ന് പറഞ്ഞാൽ ഒരു എസ് = എന്നായിരിക്കും തരിക. എസ് = f(t). ഇങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ തരിക കേട്ടോ. എസ് = തന്നിട്ടുണ്ടാവും. നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് എസ് = ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ടാവും. എന്നിട്ട് എന്താ ചോദിക്കുന്നറിയോ? വെലോസിറ്റി കാണാൻ ചോദിക്കും. വെലോസിറ്റി കാണാൻ ചോദിച്ചാൽ വി എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഒന്നുമില്ല, ആ ഡിസ്പ്ലേസ്മെൻറ്റിനെ ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. തന്നിരിക്കുന്ന ഫംഗ്ഷനെ ജസ്റ്റ് ഒന്ന് 5 മാർക്ക് ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും കേട്ടോ. ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഇതാണ്. അതായത് നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. എല്ലാ വർഷവും ചോദിച്ചിട്ടുണ്ട്. ഒരു 5 മാർക്ക് ഷുവറാണ്. എന്തായാലും നിങ്ങൾ വേറെ ഒന്നുമില്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ഇതെങ്കിലും ശരിയാക്കാൻ പറ്റും. അത്രയ്ക്ക് എളുപ്പമാണ്. വെലോസിറ്റി മാക്സ് അതാ ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞുതരാം, ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. ആദ്യം ഒരു ടോപ്പിക് കൂടി ഉണ്ട്, ആക്സലറേഷൻ. ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം, അപ്പോൾ മനസ്സിലാവും. ആക്സലറേഷൻ എ എന്നാണ് പറയുന്നത്. എ എന്ന് പറഞ്ഞാൽ വെലോസിറ്റിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. മനസ്സിലായോ? അതായത് ആ ഡിസ്പ്ലേസ്മെൻറ്റിനെ 2 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എന്നാണ് പറയുക കേട്ടോ. ഡിഫറൻസിയേഷൻ, അതായത് വെലോസിറ്റീനെ ഒരിക്കൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റിനെ ഒരു പ്രാവശ്യം d² ആണ് dv/dt. വെലോസിറ്റീനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ വെലോസിറ്റി കിട്ടും. അതിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ആക്സലറേഷൻ കിട്ടും. ശ്രദ്ധിക്കുക, ഒരൊറ്റ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് സാധനം മനസ്സിലാവേ. ഞാൻ അയച്ചിരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലേ? ഞാനൊക്കെ ഒന്നുകൂടി അയച്ചിരുന്ന ക്വസ്റ്റ്യൻ പേപ്പറേ. ആരാ കേട്ടില്ല? എന്നാ പിടിച്ചോ. ഇവിടെ അമലിന് അയച്ചിട്ടുണ്ടേ ക്വസ്റ്റ്യൻ പേപ്പർ. അതിൽ 2017 ഏപ്രിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത 2017 ഏപ്രിൽ അവസാനം വന്നത്. 2017 ഏപ്രിൽ കണ്ടോ? ഡിഫറൻസിയേഷനിൽ ഒരു ഫോമുല കൂടിയും പഠിപ്പിക്കാനുണ്ടായിരുന്നു കേട്ടോ. അതിൽ 2017 വേറെ ഫോമുലുണ്ട്. പറയട്ടെ. അതിൽ യൂണിറ്റ് 4 2017 ഏപ്രിൽ യൂണിറ്റ് 4
ഒൻപതാമത്തെ ക്വസ്റ്റ്യനിൽ ബി പാർട്ട് നോക്കാം. 9ാമത്തെ ക്വസ്റ്റ്യനിൽ ബി പാർട്ട്. ക്വസ്റ്റ്യൻ കണ്ട യൂണിറ്റ് 4 9ാമത്തെ, അതായത് 2017 ഏപ്രിൽ കേട്ടോ, 2017 ഏപ്രിൽ യൂണിറ്റ് 4 ബി പാർട്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, ഞാൻ ക്വസ്റ്റ്യൻ എഴുതാം. ഇഫ് എസ് ഡിനോട്ട് the displacement of a particle at a time t second. S denote എന്താണ് ക്വസ്റ്റ്യൻ? S denote displacement of a particle at t second and S equal to S തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ t ക്യൂബ് മൈനസ് 6t സ്ക്വയർ plus 8t minus 4. Find the time when the acceleration is ഇത് വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. when the acceleration is 12 centimeter per second square. ഫൈൻഡ് ദി ടൈം. ആക്സലറേഷൻ കാണാനല്ല ക്വസ്റ്റ്യൻ, വേറെ ക്വസ്റ്റ്യൻ ടെസ്റ്റ് ചെയ്തിട്ടാണ്. ഫൈൻഡ് ദ ടൈം വെൻ ആക്സലറേഷൻ ഈസ് 12 centimeter. ഫുൾ സ്റ്റോപ്പ്. അതിലൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഫൈൻഡ് ദി വെലോസിറ്റി അറ്റ് ദാറ്റ് ടൈം. ആ ടൈമിലുള്ള വെലോസിറ്റി കണ്ടുപിടിക്കുക. അപ്പോൾ ശ്രദ്ധിച്ചോളണേ. എസ് തന്നിട്ടുണ്ടാകും, മനസ്സിലായോ? നിങ്ങളൊന്നും ചെയ്യേണ്ട, 2 പ്രാവശ്യം തന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ തന്നെ 5 മാർക്കിൽ 3 മാർക്ക് സെറ്റായി, മനസ്സിലായോ? എന്നിട്ട് ബാക്കിയുള്ള ആൻസർ തെറ്റിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമുക്ക് 3 മാർക്ക് മതി, ധാരാളം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാണ് നമ്മൾ. തുടങ്ങാം. തുടങ്ങിയാലോ? ക്വസ്റ്റ്യൻ കണ്ടല്ലോ. അപ്പോൾ ക്വസ്റ്റ്യൻ കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വളരെ എളുപ്പമാണ്. ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ 6 മാർക്കിലും ഉണ്ടാവും കേട്ടോ. ഇതിൽ 6 മാർക്കിലും ചോദിച്ചിട്ടുണ്ട്, ഇതിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എടുത്തെഴുതുക. ഗിവൺ എസ് ഈക്വൽ ടു എടുത്തത്. അപ്പോൾ ശ്രദ്ധിക്കുക, വെലോസിറ്റിയുടെ പ്രോബ്ലം 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലും കിടക്കുന്നുണ്ട്, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലും കിടക്കുന്നുണ്ട് കേട്ടോ. മനസ്സിലായോ? അപ്പം ഗിവൺ എസ് ഈക്വൽ ടു എടുത്തെഴുതുക. എല്ലാ പ്രോബ്ലം ഇങ്ങനെയാണ് ചെയ്യുന്നത്. എസ് ഈക്വൽ ടു എന്ന് എടുത്തെഴുതി. ഓക്കെ അല്ലേ? എഴുതിയില്ലേ? ഇനി ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇതിന് 2 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യണേ. ഡിഫറൻഷ്യേറ്റിംഗ്, ഒരു സെൻറ്റൻസ് എഴുതാണ്. ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്റ്റ് ടു ടി. ഇതിനെ വിത്ത് റെസ്പെക്റ്റ് ടു ടിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണേ. അതാണ് വെലോസിറ്റി. അപ്പോൾ വി ഈക്വൽ ടു ds/dt എന്നാണ് കൊടുക്കുക. മനസ്സിലായോ? എസിൻ്റെ ഡെറിവേറ്റീവിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ എന്താണ്? ds/dt. സെറ്റായോ? ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ നോക്കണേ, ജസ്റ്റ് നോക്കുക, ബോർഡിൽ നോക്കുക. ടി ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എത്രയാണ്? ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ 3t സ്ക്വയർ എന്ന് എഴുതാം. ഇങ്ങനെ സ്റ്റെപ്പ് എഴുതുമ്പോൾ മൈനസ് 6നെ മാറ്റി നിർത്തി 6 ഇൻറ്റു. ഇനി ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എത്രയാണ്? ടി സ്ക്വയർ എത്ര ഇപ്പോൾ പഠിച്ചില്ലേ? 2t പ്ലസ് 8 ഇങ്ങനെ കോൺസ്റ്റൻ്റ് വരുമ്പോൾ മാറ്റി നിർത്താം കേട്ടോ. 8 ഇൻറ്റു ടിയുടെ ഡെറിവേറ്റീവ് എത്രയാണ്? 1. മനസ്സിലായോ? മൈനസ് 4ൻ്റെ ഡെറിവേറ്റീവ്. 4ൽ ടി ഇല്ലല്ലോ. ടി ഇല്ലെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എത്രയാണ്? 0. അതാണ് ഉദ്ദേശിച്ചത്. മനസ്സിലായി? എത്ര എളുപ്പം നോക്കി വെക്കുക. അപ്പോൾ ഇങ്ങനെ ഭംഗിയിൽ എഴുതാം. 3t സ്ക്വയർ മൈനസ് 6 ഇൻറ്റു 2 മൾട്ടിപ്ലൈ ചെയ്യുക 12t പ്ലസ് 8 ഇൻറ്റു 1 8. ഇത്ര എഴുതി കഴിഞ്ഞാൽ 1 മാർക്ക് കിട്ടി. അല്ലെങ്കിൽ 5 മാർക്ക് വെലോസിറ്റി അല്ല, ആക്സലറേഷൻ അല്ല. അടുത്ത സ്റ്റെപ്പ് ചെയ്യണം. അതിൽ ഈ ക്വസ്റ്റ്യൻ ആക്സലറേഷൻ കാണാനല്ല, അതിൻ്റെ ഉള്ളിൽ വീണ്ടും കുറേ കാര്യങ്ങളുണ്ട്. ഇതുവരെ എഴുതാം. മനസ്സിലായി? അത്ര വലിയ സംഭവം എന്നല്ലേ?
ആ അങ്ങനെയല്ല മൈനസ് വരികയാണെങ്കിൽ സീറോ അല്ല, ഇവിടെ ടി ഇല്ലാത്തത് കൊണ്ടാണ് സീറോ ആയത് അതിൻ്റെ ഡെറിവേറ്റീവ്. ഇതിൽ ഞാൻ കൂടുതൽ ശരി അങ്ങനെയല്ല, ടി ഇല്ലെങ്കിൽ സീറോ. ടി എന്ന് പറഞ്ഞ ടൈം അതിലില്ലല്ലോ, ടി ഇല്ലാത്തതുകൊണ്ട് സീറോ. ലാസ്റ്റ് ടി ഇല്ലെങ്കിൽ മാത്രം സീറോ കേട്ടോ. ഓക്കെ, ഇവിടെയൊക്കെ 6 ഉണ്ട്, 6ൻ്റെ ഡെറിവേറ്റീവ് സീറോ അല്ല, 6 ഇൻറ്റു ടി സ്ക്വയർ. അപ്പോൾ 6നെ മാറ്റി നിർത്തി ചെയ്തിട്ടോ ഇവിടെ. അപ്പോൾ ടി ഇല്ലാത്ത ടേം ഉണ്ടെങ്കിൽ മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ സീറോ. ശരിയായോ? അല്ലാതെ ലാസ്റ്റ് ടൈം അല്ല, എങ്ങനെ എല്ലാ പ്രോബ്ലം അങ്ങനെ ആവും, പക്ഷെ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ലാസ്റ്റ് ടൈമിൽ സീറോ ആക്കരുത്, ടി ഇല്ലെങ്കിൽ മാത്രം സീറോ ആക്കിയാൽ മതി. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഇതിനെ ഒരിക്കൽ കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് ആക്സലറേഷൻ കിട്ടും. മനസ്സിലായോ? വീണ്ടും എഴുതാം, ഡിഫറൻഷ്യേറ്റിംഗ് അഗെയിൻ. എല്ലാ പ്രോബ്ലം ഇങ്ങനെ എഴുതി വെച്ചോട്ടാ. ഡിഫറൻഷ്യേറ്റിംഗ് അഗെയിൻ, ഒരിക്കൽ കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്തു. അപ്പോൾ ആക്സലറേഷൻ കിട്ടി, എ ഈക്വൽ ടു ഡി വി ബൈ ഡി ടി എന്നാണ് പറയുക കേട്ടോ. ഈ കിട്ടിയ ആൻസറിനെ വീണ്ടും ഇവിടെ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ നേരത്തെ പോലെ 3നെ മാറ്റി നിർത്തി 3 ഇൻറ്റു ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എത്രയാണ്? നമ്പർ മാറ്റി 3 ഇൻറ്റു ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ്. ഇപ്പോൾ കിട്ടിയ ആൻസറിനെ ഇപ്പോൾ കിട്ടിയതിനെ വീണ്ടും ചെയ്യണം. മനസ്സിലായോ? ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. 3 ഇൻറ്റു ടി സ്ക്വയറിൻ്റെ 2t മൈനസ് 12 ഇൻറ്റു ടിയുടെ ഡെറിവേറ്റീവ് എത്രയാണ്? ഇൻറ്റു 1. ഓക്കെ, പ്ലസ് 8ൻ്റെ ഡെറിവേറ്റീവോ? 0. യെസ്, അതാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഭംഗിയിൽ എഴുതാം, 6t മൈനസ് 12. അപ്പോൾ നമ്മുടെ പ്രോബ്ലത്തിൻ്റെ പകുതിയായി. ചില പ്രോബ്ലത്തിൽ ഇതുവരെ കാണാനേ ചോദിക്കുമല്ലോ കേട്ടോ. ഇവിടെ അങ്ങനെയല്ല, ഇതൊരു വെറൈറ്റി ക്വസ്റ്റൻ ആണ്. ഇതിന് ശേഷം കുറച്ചുകൂടി കാര്യങ്ങൾ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ചില പ്രോബ്ലത്തിൽ ഇതുവരെ ചെയ്യുള്ളൂ കേട്ടോ, ആക്സലറേഷൻ വെലോസിറ്റി കാണാൻ ചോദിക്കാറുള്ളേ. പക്ഷേ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ മാത്രം ആക്സലറേഷൻ വെലോസിറ്റി കാണാൻ മാത്രമല്ല വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യം ഇതുവരെ എഴുതാം. ഇതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നോക്കുക. ഇതുവരെ ചെയ്യാൻ എല്ലാ ക്വസ്റ്റ്യനും ചോദിക്കും കേട്ടോ. ഓക്കെ ആണോ? ഇപ്പം ആദ്യം വെലോസിറ്റി കണ്ടു. ഇത് വേണമെങ്കിൽ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. ഇത് വെലോസിറ്റി. ഈ ലാസ്റ്റ് കണ്ടത് ആക്സലറേഷൻ, എ. ഇക്വേഷൻ നമ്പർ 2 മനസ്സിലായി? ഇത് എ ആണ് ആക്സലറേഷൻ. അപ്പോൾ ഇവിടെ വെലോസിറ്റി കിട്ടി, ഇവിടെ ആക്സലറേഷൻ കിട്ടി കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് വെലോസിറ്റി, 2 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ കിട്ടുന്നത് ആക്സലറേഷൻ. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഇനി അവർ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇതുവരെ എല്ലാത്തിലും കോമൺ ആയിട്ട് നിങ്ങൾ ചെയ്യണം. വെലോസിറ്റി ആക്സലറേഷൻ കണ്ടാൽ ഏത് ക്വസ്റ്റിനും ഇതുവരെ ചെയ്യുക. അത്ര വലിയ റിസ്ക് ഒന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാ ഡിഫറൻസിയേഷൻ അല്ലല്ലോ. ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ. വെലോസിറ്റി ആക്സലറേഷൻ എന്നുള്ള ഏത് ക്വസ്റ്റ്യൻ കണ്ടാലും ചെയ്തോ. ഓക്കെ, 2 പ്രാവശ്യം ചെയ്ത്. ഇനിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഹിൻഡിലേക്ക് പോകുന്നത്. ഇവിടെ വേറൊരു കാര്യം പറഞ്ഞു, വെലോസിറ്റി ആക്സലറേഷൻ കാണാനല്ല ക്വസ്റ്റ്യൻ. അവർ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നിങ്ങൾ എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്? ഫൈൻഡ് ദ ടൈമാണ് ചോദിച്ചേക്കണേ. ഫൈൻഡ് ടൈം, മനസ്സിലായോ? അങ്ങനെയാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ, അല്ലേ? ഫൈൻഡ് ടൈം, അതായത് ടി ആണ് കണ്ടുപിടിക്കുന്നത്. വെൻ ആക്സലറേഷൻ ഈക്വൽ ടു 12. ആക്സലറേഷൻ 12 ആകുമ്പോൾ ടൈം എത്ര വരുമെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. മനസ്സിലായോ? ക്വസ്റ്റ്യൻ വായിച്ചേ, ഒന്ന് ക്വസ്റ്റ്യൻ ഫുള്ളായിട്ട് വായിച്ചേ. ആಮೇಲೆ ക്വസ്റ്റ്യൻ വായിക്കുക. ക്വസ്റ്റ്യൻ എന്താ പറയണത്? ഫൈൻഡ് ടൈമാണ്. ആക്സലറേഷൻ വെലോസിറ്റി കാണാൻ മാത്രമല്ല ക്വസ്റ്റ്യൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചേ. ക്വസ്റ്റ്യനിൽ പറയുന്നത് തിരിച്ചാണ്. ഫൈൻഡ് ടൈം വെൻ ആക്സലറേഷൻ ഈക്വൽ ടു 12. ആക്സലറേഷൻ 12 ആകുമ്പോൾ ടൈം എത്രയാവുന്നതാണ്, ഏത് സമയത്താണ് ആക്സലറേഷൻ 12 ആവുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. കേട്ടില്ല? അല്ല, ഈ ക്വസ്റ്റ്യൻ്റെ
വെലോസിറ്റി ആക്സലറേഷൻ ഇതുവരെ നീ കണ്ടല്ലോ. ഇനി ഇതുവരെ കാണാനല്ല നമ്മുടെ ക്വസ്റ്റ്യൻ. വെലോസിറ്റി ആക്സലറേഷൻ കാണാനല്ല നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മുടെ ക്വസ്റ്റ്യൻ തിരിച്ചാണ്. ക്വസ്റ്റ്യൻ എടുത്ത് വായിച്ച് നോക്കുക. എന്താണ്? ഫൈൻഡ് ദി ടൈം ഇൻ വിച്ച് ആക്സലറേഷൻ ഈക്വൽ ടു 12 എന്നാണ്. മനസ്സിലായോ? അതായത് സമയം എത്രയാണ്, ടി എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അതായത് നമ്മുടെ ആക്സലറേഷൻ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് എത്രയായിരുന്നു? 6t - 12 എന്നാണ് അല്ലേ? ശരിയല്ലേ? ഇതല്ലേ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. അതിൽ ഏയുടെ സ്ഥാനത്ത് 12 കൊടുക്കാനാണ് അവർ പറഞ്ഞത്. അപ്പോൾ 12 ഈക്വൽ ടു എത്ര കിട്ടി? 6t - 12. കാര്യം മനസ്സിലായോ? അവർ പറഞ്ഞിരിക്കുന്നത് ആക്സലറേഷനെ എന്ത് കൊടുക്കുക? ആക്സലറേഷന് പകരം 12 എന്ന് കൊടുക്കുക എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടി കിട്ടും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ടി ആണ് കാണേണ്ടത്. ഈ -12നെ ഇങ്ങോട്ട് ചാടിച്ചു. അപ്പോൾ 12 -12 ഇങ്ങോട്ട് വരുമ്പോൾ +12 ഈക്വൽ ടു 6t. ക്ലിയർ ആയോ? ഇവിടെയുള്ള -12നെ നമ്മൾ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നു. ഈക്വൽട്ടിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഈക്വൽട്ടിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ -12 ഈക്വൽട്ടിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ +12 ആവും. ക്ലിയർ ആയോ? നമുക്ക് ടി ആണ് വേണ്ടത്. ടീനെ ഒറ്റപ്പെടുത്തുക. ടീനെ മാത്രം അവിടെ നിർത്തുക കേട്ടോ. അപ്പോൾ 12 കൂട്ടുമ്പോൾ എത്രയാണ്? 24 ഈക്വൽ ടു 6t. ക്ലിയർ ആയോ? ഇനി നമുക്ക് ടി മാത്രമാണ്, നമുക്ക് ടി ആണ് വേണ്ടത്. ഈ 6നെ താഴോട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? 24/6 ഈക്വൽ ടു ടി. 24/6ൻ്റെ വാല്യൂ എന്താണ്? ടി എന്ന് കിട്ടി. ഓക്കെ ആണോ? 24/6 എത്രയാണ് നോക്കുക? 24/6ൻ്റെ വാല്യൂ 4. അപ്പോൾ 4, ടിയുടെ വാല്യൂ 4 ആണ് കേട്ടോ. ടിയുടെ വാല്യൂ 4 എന്ന് കിട്ടി കേട്ടോ. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ വെലോസിറ്റി ആക്സലറേഷൻ കണ്ടിട്ട്, ഒരു ആപ്ലിക്കേഷൻ ലെവലാണ് ക്വസ്റ്റ്യൻ. വെലോസിറ്റി ആക്സലറേഷൻ കണ്ടിട്ട് ടി അതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഓക്കെ. ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഇനി ആ ടി, ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് അതിൽ തന്നെ അല്ലേ? ആ ടി വെലോസിറ്റിയിൽ ഇട്ട് കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്. വെലോസിറ്റി നമ്മൾ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ 3t. ഫൈൻഡ് വെലോസിറ്റി അല്ലേ? വെൻ ദാറ്റ് ടി, അതായത് ദാറ്റ് ടി വെലോസിറ്റിയിൽ കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 3t² - 12t + 8 അല്ലേ? അതിൽ ഈ ടി ഇട്ട് കൊടുക്കുക 4. അപ്പോൾ 3 × 4² - 12 × 4 + 8. കാൽക്കുലേറ്റർ അടിച്ചു നോക്കുക. നിങ്ങൾ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യട്ടെ. ഞാൻ ബോർഡിൽ എഴുതുന്ന ആൻസർ തെറ്റാന്ന് പറഞ്ഞിട്ട് പിള്ളേർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ പറയുന്നതാണ് ഞാൻ ബോർഡിൽ എഴുതുന്നത്. ഓക്കെ, ഏതൊക്കെ ആൻസേഴ്സ് പിള്ളേർ കമൻറ്റ് ചെയ്യുന്നുണ്ട് പഠിക്കുന്നവർ. ഓക്കെ, സാർ അത് ശരിയല്ലല്ലോ, ഇതല്ലേ ആൻസർ എന്നൊക്കെ. എനിക്കറിയില്ല, 3 × 12². അപ്പോൾ 3 × 4² എത്രയാണ്? 16. 16 × 3 48. 48 - 40 2 4 8. 48 - 48 + 8. ഓക്കെ, 8 ആണ് കേട്ടോ. ദാറ്റ് ഈസ് ദ ആൻസർ. 4 ഇട്ടിട്ട് സ്ക്വയർ അടിച്ചാൽ മതി. ശ്രദ്ധിക്കുക, 2024 നമ്മൾ 2024 നിങ്ങളിപ്പോൾ എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. 2024 നവംബർ അല്ലേ? 2024 നവംബറിൽ ചോദിച്ചതാണ്. അതായത് നമ്മുടെ 10ാമത്തെ ക്വസ്റ്റ്യൻ, അതായത് യൂണിറ്റ് 4 അവസാനത്തെ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എസ് ഡിനോട്ട് ദി ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ പാർട്ടിക്കിൾ ദാറ്റ് ടൈം t സെക്കൻഡ്. എസ് ഈക്വൽ t³ - 6t² + 8t - 4. ഓക്കെ, ഫൈൻഡ് ദ ടൈം വെൻ ദ ആക്സലറേഷൻ ഈസ് 12 cm/s. മനസ്സിലായോ? സെയിം തന്നെയാണ്, ഒരു വാക്ക് പോലും വ്യത്യാസമില്ല കേട്ടോ. റിപ്പീറ്റേഷനാണേ, കുഴപ്പമില്ലല്ലോ, ചെയ്യണ്ടല്ലോ. അപ്പോൾ ക്ലിയർ അല്ലേ? നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടാൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ആക്സലറേഷൻ. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി ഉണ്ട്. ഇപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ പാർട്ട് ബിയിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ പക്ഷേ നിങ്ങൾക്ക് ഒരു കാര്യം അറിഞ്ഞിരിക്കണേ, അതുകൂടി ഞാൻ പറയാം. ഡിഫറൻസിയേഷൻ്റെ ഞാൻ ഈ എക്സിൻ്റെ ടേം മാത്രമേ നിങ്ങൾ പഠിപ്പിച്ചുള്ളൂ അല്ലേ? വേറെ ഡിഫറൻസിയേഷൻ്റെ ഫോർമുല അതിൽ ചോദിക്കുന്നുണ്ട്. d/dx ഓഫ് e⁻x. e⁻x ഡെറിവേറ്റീവ് e⁻x ആണ് കേട്ടോ. മനസ്സിലായോ?
അപ്പോൾ ഇ റേസ് ടു ടിയുടെ ഡെറിവേറ്റീവ് എന്താ വരിക? ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു ഡി ബൈ ഡി ടി ഓഫ് ഇ റേസ് ടു ടി എന്താ വരിക? ഇ റേസ് ടു ടിയുടെ ഡെറിവേറ്റീവ് എന്താ വരും? ഇ റേസ് ടു ടി എന്ന് വരും. ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ ഇത് കുറച്ച് എളുപ്പമായിരുന്നു. 6 മാർക്കുണ്ട്. ഇ റേസ് ടു ടിയുടെ ഡെറിവേറ്റീവ് എന്താ? ഇ റേസ് ടു ടി തന്നെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ ഒരു 2 എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻ്റ് അല്ലേ? അതുകൊണ്ട് അതിനെ ഇൻറ്റു ചെയ്യണം. ഇൻറ്റു 2 എന്ന് എഴുതണം കേട്ടോ. മനസ്സിലായോ? ക്ലിയർ ആയോ? പറഞ്ഞേ. അതിലുള്ള കോൺസ്റ്റൻ്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഡി ബൈ ഡി ടി ഓഫ് ഇ റേസ് ടു 3t എന്താ വരിക? നമ്മളെ എന്തായിരിക്കും ആൻസർ കിട്ടുക? അതന്നെ ഇ റേസ് ടുൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? ഇ റേസ് ടു 3t ഇൻറ്റു 3. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഹലോ, ഓക്കെ ആണോ? ഇ റേസ് ടു 3t ഡെറിവേറ്റീവ് എന്താ വരിക? ഇ റേസ് ടു 3t ഇൻറ്റു 3. ഇ റേസ് ടു 5tയുടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞോ? ഇ റേസ് ടു 5tയുടെ ഡെറിവേറ്റീവ് എന്താ? ഇ റേസ് ടു 5tയുടെ ഡെറിവേറ്റീവ് പറയും. ഇ റേസ് ടു 5t എന്താ വരിക? യെസ്, ഇ റേസ് ടു 5t ഇൻറ്റു 5. ഇ റേസ് ടു മൈനസ് 2t ആയിരുന്നെങ്കിലോ? ഇ റേസ് ടു മൈനസ് 2t ആയിരുന്നെങ്കിലോ? മൈനസ് 2t അല്ല 2t. ഇ റേസ് ടു മൈനസ് 2t ഇൻറ്റു മൈനസ് 2. ഇ റേസ് ടു നമുക്ക് ചോദിച്ചതാണ് ഇ റേസ് ടു nt. ഇ റേസ് ടു nt എന്താ വരിക? ഇ റേസ് ടു nt ഇൻറ്റു n. ഇ റേസ് ടു mt നമുക്ക് ചോദിച്ചതാണ്. ഇ റേസ് ടു mt എന്താ വരിക? ഇ റേസ് ടു mt ഇൻറ്റു m. ഓക്കെ അല്ലേ? അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേ. ഇത് വെച്ചിട്ടാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചത് കേട്ടോ. അതായത് 2024 തന്നെ പാർട്ട് ബിയിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈ ഒരു സാധനം ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ. എഴുതാം. ഇത്രയും ബേസിക് ഒന്ന് എഴുതിയെടുക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 2024 ഞാൻ പറഞ്ഞ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഒന്നുമില്ലെങ്കിൽ ആക്സലറേഷൻ വെലോസിറ്റിയെങ്കിലും കണ്ടുപിടിക്കുക കേട്ടോ. ഇപ്പോൾ കൂടുതൽ ക്വസ്റ്റിനെ കുറിച്ചൊന്നും അറിഞ്ഞില്ലെങ്കിൽ, അതായത് ക്വസ്റ്റിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ആക്സലറേഷൻ എന്നോ വെലോസിറ്റി എന്നോ വാക്ക് കണ്ട പിന്നെ ഒന്നും നോക്കണ്ട, ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വെച്ചോ. ഓക്കെ, ഒന്നും നോക്കണ്ട, 2 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ക്ലിയർ ആയല്ലേ? അപ്പോൾ 3 മാർക്കെങ്കിലും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കാര്യം മനസ്സിലായോ? അപ്പോൾ ക്വസ്റ്റ്യൻ എഴുതാണ് 2024 നവംബറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ എഴുതാം. എ പാർട്ടിക്കിൾ മൂവ്സ് സച്ച് ദാറ്റ്, പാർട്ട് ബിയിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാകും, നോക്കാം. എ പാർട്ടിക്കിൾ മൂവ്സ് സച്ച് ദാറ്റ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം എ ഫിക്സഡ് പോയിൻറ്റ് O ഈസ് ഗിവൺ ബൈ S ഈക്വൽ ടു, കൂടുതലൊന്നും വേണ്ട, S എടുത്ത് എഴുതാം, അത്രേ ഉള്ളൂ, A ഇൻറ്റു e raised to 2t plus b into e raised to minus 2t, comma, where a and b are constants. Prove that the acceleration varies as its displacement. Acceleration varies as its displacement. ആക്സലറേഷൻ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്ത് നിങ്ങൾ ആക്സലറേഷൻ കണ്ടുപിടിക്കുക, അത്രേ ഉള്ളൂ. ബാക്കി എന്നിട്ട് അതന്നെ അതുപോലെ പറഞ്ഞ് ശരിയാണെന്ന് എഴുതിച്ചോട്ടെ, അതൊന്നും നോക്കണ്ട. ഓക്കെ, ആക്സലറേഷൻ കണ്ടുപിടിക്കുക. ദെയർഫോർ ഹെൻസ് ദ പ്രൂഫ് എന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്സലറേഷനും ഡിസ്പ്ലേസ്മെൻറ്റ്സ് വേരി ചെയ്യുന്നതാണ് പറഞ്ഞത് നോക്കണേ. അപ്പോൾ ആദ്യം S ഈക്വൽ ടു എഴുതാം. ഗിവൺ എന്ന് പറഞ്ഞ്, വേറെ ഒന്നും നോക്കണ്ട, ഗിവൺ എന്ന് പറഞ്ഞ് S എടുത്ത് എഴുതുന്നു. ഓക്കെ അല്ലേ? S എഴുതുന്നു, ഗിവൺ എന്ന് പറഞ്ഞ് S എഴുതുന്നു കേട്ടോ. എഴുതിയോ? ഇനി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്റ്റ് ടു ടി. ടിയിലാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് പേര്? ds by dt.
dS/dt കണ്ടുപിടിക്കുന്നു. ഓക്കെ അല്ലേ? dS/dt. അപ്പോൾ എ കോൺസ്റ്റൻ്റ് ആണ്, അതിന് മാറ്റി നിർത്തി ഇൻറ്റു e⁻² ഡെറിവേറ്റീവ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ എത്ര വരിക പറയടാ? e⁻² ഡെറിവേറ്റീവ് പഠിച്ചില്ലേ? എന്താ മറ്റേനേക്കാൾ എളുപ്പം അത് പറയിഷ്ട എന്തൊട്ടോ ആൾക്കാരെ നിങ്ങൾ e⁻² ഇൻറ്റു 2 അത്ര എഴുതാനുള്ളൂ, അല്ലാണ്ട് വേറെ സംഭവം ഒന്നുമില്ല കേട്ടാ. പ്ലസ് ബി ഇൻറ്റു അവിടെ എന്താ എഴുതാ? e⁻²t ഇൻറ്റു -2 കേട്ടോ. ശ്രദ്ധിക്കുക, ഇവിടെ ഇങ്ങനെ എഴുതുമ്പോൾ ഇത് ഭംഗിയിൽ എഴുതാൻ 2നെ ഫ്രണ്ടിൽ കൊടുന്ന് എഴുതണേ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്താ വരും? 2a ഇൻറ്റു e⁻²t. ആ -2നെ ഫ്രണ്ടിൽ ഇടണേ. -2b ഇൻറ്റു e⁻²t. ഇതാണ് വെലോസിറ്റി കേട്ടോ. വെലോസിറ്റി കിട്ടി. ഇനി ആക്സലറേഷൻ ഡിഫറൻഷ്യേറ്റിംഗ് അഗെയിൻ ഒരു പ്രാവശ്യം വേണ്ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ അതാണ് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ dv/dt എന്ന് പറയാം. ഇതിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അവിടെ 2a ആണ് കോൺസ്റ്റൻറ്റ്. 2a ഇൻറ്റു വീണ്ടും e⁻²t ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ എന്താ വരിക? ഇത് തന്നെ വീണ്ടും ചെയ്യുക. e⁻²t ഇൻറ്റു 2. എളുപ്പമല്ലേ? മനസ്സിലായോ? e⁻²t ഇൻറ്റു 2 മൈനസ് അവിടെ എന്താ? 2bനെ മാറ്റി നിർത്തി വീണ്ടും e⁻²t ഡെറിവേറ്റീവ് എന്താ? e⁻²t ഇൻറ്റു -2. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ 2 ഇൻറ്റു 2 ഇൻറ്റു ഭംഗിയിൽ എഴുതുമ്പോൾ എന്ത് വരും? 4a e⁻²t. ഈ മൈനസ് ഇവിടെ വരുമ്പോൾ അത് പ്ലസ് ആവും കേട്ടോ. പ്ലസ് 4b e⁻²t. ഇതാണ് ആക്സലറേഷൻ. മനസ്സിലായല്ലോ? ഇതുവരെ എഴുതിച്ച് 6 മാർക്ക് കിട്ടിയിട്ടാ, ശ്രദ്ധിച്ചോളണേ. ഇനി 2ൽ 4 കോമൺ എടുക്കുക. 4 ഇൻറ്റു എന്താണ്? a ഇൻറ്റു e⁻²t പ്ലസ് b ഇൻറ്റു e⁻²t. അത് ഡിസ്പ്ലേസ്മെൻറ്റ് തന്നെയല്ലേ നോക്കുക? അത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കിട്ടുമെന്നാണ് അവർ പോവേണ്ടത്. അപ്പോൾ 4s എന്ന് എഴുതിയേക്കേട്ടാ. അപ്പോൾ ആക്സലറേഷൻ എന്ന് പറഞ്ഞത് 4s എന്ന് കിട്ടി. ദാറ്റ്സ് ദ പ്രൂഫ്. ഇതുവരെ എഴുതിയാൽ മതി. വേണമെങ്കിൽ സെൻറ്റൻസ് എഴുതാൻ therefore ആക്സലറേഷൻ വേരീസ് ഇറ്റ്സ് എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക. ആക്സലറേഷൻ എന്ന് പറയുന്നത് ഒരു -4 ഉണ്ട് സർ. എവിടെ? ഈ മൈനസ് ഇവിടെ പ്ലസ് ആയി മാറും. അല്ലേ? മനസ്സിലായല്ലോ? മൈനസ് വന്ന് പ്ലസ് ആയി മാറിയിട്ടാ. ഓക്കെ, ഇതേപോലത്തെ 2 ക്വസ്റ്റ്യൻ ചെയ്യാവേ. അതെ നോക്കണേ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ നമ്മൾ 2017 ഞാൻ നേരത്തെ നോക്കാൻ പറഞ്ഞില്ലേ, ഏപ്രിൽ. അപ്പോൾ 2017 ആ ക്വസ്റ്റ്യൻ ഇതേ ക്വസ്റ്റ്യൻ വേറെ രീതിയിലാണ് ചോദിച്ചേക്കണേ. അതായത് ആ ക്വസ്റ്റ്യൻ ജസ്റ്റ് നോക്കുകയാണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. വേറെ റിപ്പീറ്റേഷൻ ക്വസ്റ്റ്യൻസ് നമ്മൾ അതുപോലെ തന്നെ പഠിക്കുക, വേറെ ഒന്നും നോക്കണ്ട. റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് എഴുതി പഠിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ 2017 ചോദിച്ച ക്വസ്റ്റ്യൻ ആണേ. ദ ഡിസ്റ്റൻസ് നോക്കുക. നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായി 2017 ഏപ്രിൽ കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെന്ന് മറിച്ച് നോക്കാം. പാർട്ട് ബിയിൽ 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 6 മാർക്കുണ്ട്. ദ ഡിസ്റ്റൻസ് എസ് മീറ്റേഴ്സ് ട്രാവൽഡ് ബൈ എ പാർട്ടിക്കിൾ. ദ ഡിസ്റ്റൻസ് എസ് മീറ്റർ ട്രാവൽഡ് ബൈ എ പാർട്ടിക്കിൾ ഈസ് ഗിവൺ ബൈ. ഡിസ്റ്റൻസ് എസ് മീറ്റർ ട്രാവൽഡ് ബൈ എ പാർട്ടിക്കിൾ ഈസ് ഗിവൺ ബൈ എസ് ഈക്വൽ ടു ഇത് തന്നെയാണ്. e⁻²ന് പകരം എന്ത് ചെയ്തവർ? nt. n ആണ്. e⁻nt പ്ലസ് b⁻ nt. e⁻nt പ്ലസ് b⁻nt. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ഷോ ദാറ്റ് ആക്സലറേഷൻ വാരീസ് ആസ് ദ ഡിസ്റ്റൻസ്. ഈ സെയിം സാധനം തന്നെയാണ്. അവിടെ 2ന് പകരം ഇവിടെ എന്തായി? n വന്നു എന്നാണ് പ്രത്യേകത. ക്ലിയർ ആയോ? കാര്യം മനസ്സിലായോ? ക്വസ്റ്റ്യൻ കമ്പയർ ചെയ്താൽ കഴിഞ്ഞ സെയിം ക്വസ്റ്റ്യൻ
സെയിം ക്വസ്റ്റ്യൻ അവിടെ 2t-യും e⁻²t-യും e⁻−2t ആയിരുന്നു അല്ലേ. ഇവിടെ അതെന്തായി e⁻n⁡ e⁻−n⁡ മാറി. അപ്പോൾ ഈ 2 കാണുന്നിടത്തൊക്കെ n ആയാൽ മതി. അപ്പോൾ ആദ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ a⁻n⁡t × n കണ്ടോ. ഇവിടെയോ b⁻−n⁡t × -n ഇങ്ങനെയാണ് വരിക. 2ന് പകരം n ആക്കി കൊടുത്തു. ഇവിടെ അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ n ആണ് വരുന്നത്. na e⁻n⁡t -nb e⁻−n⁡t. നിങ്ങൾ തനിയെ ചെയ്ത് നോക്കിയാൽ മതി, പിന്നീട് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പം ഇത് നോക്കി എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇവിടെ 2 മാറും. na × e⁻n⁡t × n -nb × e⁻−n⁡t × -n. അപ്പോൾ ഇതേപോലെ ഇവിടെ n × n n² എന്നാണ് വരും കേട്ടോ. n² × a നിങ്ങൾ തനിയെ ചെയ്ത് നോക്കിയാൽ മതി. nt അടുത്തത് മൈനസും പ്ലസ് ആവും. +n² × b e⁻−n⁡t എന്ന് വരും കേട്ടോ. അപ്പോൾ ഇവിടെ n² പുറത്തെടുത്തുമ്പോൾ ബാക്കി അത് തന്നെ വീഴുക. ഇവിടെ n² × s എന്ന് കിട്ടും. ഓക്കെ, 2 × 2ന് പകരം ഇവിടെ n × n എന്നാണ് വരിക കേട്ടോ. മനസ്സിലായോ? ഇങ്ങനെയാണ്. ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുന്നത്. അവിടെ nt ആണേ, 2t അല്ല, nt × e⁻−n⁡t കേട്ടോ. ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കട്ടെ ചെയ്യാം, എന്നിട്ട് പിന്നീട് എഴുതി നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ അല്ലേ? ആക്സലറേഷൻ്റെ ക്വസ്റ്റ്യനിൽ ഒരെണ്ണം കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. സാധാ മോഡൽ ഒരെണ്ണം കൂടി ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത മാക്സിമം മിനിമം കൂടി നോക്കി കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ഒരു 5 മാർക്കും ഒരു 6 മാർക്കും കിട്ടും കേട്ടോ. മനസ്സിലായോ? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് 2 ക്വസ്റ്റ്യൻ 6 മാർക്കും 2 ക്വസ്റ്റ്യൻ 5 മാർക്കും. അത് മതി, ധാരാളമായി കേട്ടോ. അപ്പോൾ എത്രയും 12, 10, 22 മാർക്ക്. അങ്ങനെ അതാണ് ഞാൻ ആദ്യ തുടക്കത്തിൽ പറഞ്ഞത് കേട്ടോ. ആക്സലറേഷൻ്റെ പ്രോബ്ലം. ഓക്കെ, മാക്സിമം മിനിമയുടെ പ്രോബ്ലം ഉണ്ട്. പറയട്ടെ. അത് പറഞ്ഞു ആദ്യം ഇത് കഴിഞ്ഞിട്ട് സോൾവ് ദ ട്രയാങ്കിൾ അല്ലേ, അത് എടുത്തുതരാം. അത് എടുത്തുതരാം. നമുക്ക് ഈ ഡിഫറൻസിയേഷൻ കംപ്ലീറ്റ് ആക്കിയിട്ട് ചെയ്യാം കേട്ടോ. ഇത് കുറച്ചുകൂടി എളുപ്പം, മറ്റേ അത്ര റിസ്ക് ഇല്ല, അതുകൊണ്ടാണ്. പിന്നെ അത് എല്ലാം കൂടി ഞാൻ പഴയ വീഡിയോസ് നിങ്ങൾ പഠിക്കാൻ പറ്റും. ഡെറിവേറ്റീവ് സൈൻ എക്സും ഡെറിവേറ്റീവ് കോസ് എക്സ് ബൈ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എപ്പോഴും ചോദിക്കുന്നത് 6 മാർക്കിന് കേട്ടോ. 6 മാർക്കിൻ്റെ 5 കിട്ടി നമ്മൾ സെറ്റായി. അതുകൊണ്ടാണ് ഡെറിവേറ്റീവ് സൈൻ എക്സ് ഡെറിവേറ്റീവ് കോസ് എക്സ് അത് മാത്രം മതി. ബൈ യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ അത് എഴുതി പഠിക്കാനാ. അത് റിപ്പീറ്റഡ് ആണ്. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവും കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവും ബൈ ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഓക്കെ, ഒരു മിനിറ്റ്. ഞാൻ ഇതിലൊരു ക്വസ്റ്റ്യൻ ചെയ്യണേ. ഒരു മിനിറ്റ്. ഈ വെലോസിറ്റിയുടെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അവസാനിപ്പിക്കാം. ഒരു മിനിറ്റ്. എവിടെയാണ്? ക്വസ്റ്റ്യൻ എഴുതാം. ഫൈൻഡ് വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ. ഞാൻ കൂടുതൽ സെൻറ്റൻസുകളൊന്നും പറയുന്നില്ല. ഫൈൻഡ് വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ. ഫൈൻഡ് വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ അറ്റ് t = 4. അതിൻ്റെ കൂടെ കുറേ സെൻറ്റൻസുകളൊക്കെ അവർ പറയുന്നുണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. അറ്റ് t = 4. ഫൈൻഡ് വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ അറ്റ് t = 4. t = 4 വെലോസിറ്റിയും ആക്സലറേഷൻ കണ്ടുപിടിക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. s = വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ അറ്റ് t = 4. s = എഴുതുക. s = ½ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്ലസ് √t. ½ പ്ലസ് √t. ഇത്ര സിമ്പിളല്ലേ? സോറി, കാണാൻ സിമ്പിളുള്ളൂ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം എസ് തന്നിട്ടുണ്ട്. നേരത്തെ പോലെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ വി വെലോസിറ്റി എന്ന് പറയുന്നത് ds/dt. അപ്പോൾ ½ × t² ഡെറിവേറ്റീവ് ആണ് എന്ത്? 2t അല്ലേ? t² ഡെറിവേറ്റീവ് എന്താണ്? 2t. പക്ഷെ ഞാൻ നിങ്ങൾക്കൊരു സാധനം പഠിപ്പിക്കാൻ വിട്ടുപോയല്ല, അത് വരില്ല എന്ന് വിചാരിച്ചു. d/ds √x ബൈ ഹാർട്ട് ചെയ്തോളണേ. 1/2 √x. √xൻ്റെ ഡെറിവേറ്റീവ് എന്താണ്?
1/2 റൂട്ട് എക്സ്. അപ്പോൾ d/dt ഓഫ് റൂട്ട് ടി എന്താ വരിക? റൂട്ട് ടിയുടെ ഡെറിവേറ്റീവ് എന്താ വരിക? 1/2 റൂട്ട് ടി. 1/2 റൂട്ട് ടി ട്ടാ. മനസ്സിലായോ? പഠിച്ചോളൂ കേട്ടോ, ബൈ ഹാർട്ട് ചെയ്യണേ. അത് വരില്ലെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ റൂട്ടിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. റൂട്ട് ടിയുടെ ഡെറിവേറ്റീവ് എന്താണ്? 1/2 റൂട്ട് ടി. ക്ലിയർ? റൂട്ട് ടിയുടെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് ടി. ഇപ്പോൾ 2 വെട്ടിപ്പോയി. അപ്പോൾ ആൻസർ ടി പ്ലസ് 1/2 റൂട്ട് ടി. ഇതാണ് എന്തിൻ്റെ ആൻസർ? വെലോസിറ്റിയുടെ ആൻസർ. എഴുതാം. പകുതി ശരിയാക്കാൻ പറ്റുക, ആക്സലറേഷൻ വീണ്ടും വലിയ പ്രോബ്ലമായി മാറും കേട്ടോ. ഇതുവരെ ഓക്കെയാണോ? അപ്പോൾ അതിൽ അറ്റ് ടി ഈക്വൽ ടു 4 കൊടുത്തു. കാരണം വെലോസിറ്റി അറ്റ് ടി ഈക്വൽ 4 കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. വെലോസിറ്റിയുടെ വാല്യൂ വരിക 4 + 1/2 റൂട്ട് 4 കേട്ടോ. 4 + 1/2 × റൂട്ട് 4 2 ആണ്. 4 + 1/4 കാൽക്കുലേറ്റർ അടിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ ആൻസർ 17/4 എന്ന് കിട്ടെ. കാൽക്കുലേറ്റർ അങ്ങനെ അടിച്ചു നോക്കി കേട്ടോ. 4 + 4 മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഇതിൽ ആക്സലറേഷൻ കാണാനേ ഇതിൽ നേരത്തെ പോലെ അത്രയ്ക്കിൻ്റെ എളുപ്പമല്ല. മനസ്സിലായോ? 1/ൽ റൂട്ട് വന്നു അല്ലേ? അപ്പോൾ ഇത് എനിക്കറിയില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. ഞാൻ എഴുതുന്നുണ്ട്, മനസ്സിലായില്ലെങ്കിൽ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അതായത് ടി പ്ലസ് ഇവിടെ 1/2 അല്ലേ? 1/√T യുടെ ഡെറിവേറ്റീവ് അങ്ങനെ ഫോർമുല ഇല്ല. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ചെയ്യേണ്ട രീതിയാണ് ടി. നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ ഇതുവരെ എഴുതിച്ച് നിർത്തട്ടോ, വേറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. T⁻1/2 എന്നാക്കുകയാണ് ചെയ്യട്ടോ. അതായത് റൂട്ട് ടിക്ക് നമ്മൾ പറയുന്ന പേര് T⁻1/2 എന്നാണ് പറയുക. മനസ്സിലായോ? റൂട്ട് ടിക്ക് എന്താ പറയുക? നമ്മൾ T⁻1/2 എന്ന് പറയും. അപ്പോൾ 1/√T എന്ന് പറഞ്ഞാൽ T⁻1/2 ആക്കി. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഇതിൻ്റെ മോളിക്കാക്കി. അപ്പോൾ T + 1/2 × T⁻1/2 എന്നാണ് പറയുക കേട്ടോ. 1/T⁻1/2 പറഞ്ഞാൽ T⁻1/2. ഇതാണ് എന്ത്? വെലോസിറ്റി. അതിനെയാണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ഡിഫറൻഷ്യേറ്റിംഗ് അഗെയിൻ. അപ്പോൾ ഇത് ഇത്രമാത്രം നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. അറിയുന്ന എഴുതുക, അല്ലെങ്കിൽ ഇതുവരെ വെച്ച് നിർത്തുക കേട്ടോ. അപ്പോൾ ആക്സലറേഷനാണ് dv/dt. ഇതിനെ ഒതുക്കി കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. ഈക്വൽ ടു ടിയുടെ ഡെറിവേറ്റീവ് എന്താണ്? 1 + 1/2 × ഇനി ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. T⁻1/2 ഡെറിവേറ്റീവ് ഞാൻ നമ്മൾ പഠിച്ചില്ലേ? T⁻n ഡെറിവേറ്റീവ് എന്താ? n × x⁻n - 1 എന്നല്ല പറയാ അല്ലേ? n × x⁻n - 1 അതിവിടെ കൊടുക്കുകയാണ്. അപ്പോൾ -1/2 × T⁻1/2 - 1. അത് എത്രമാത്രം നിങ്ങൾ ശരിയാക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ 1 - 1/4 × T⁻1/2 - 1 കാൽക്കുലേറ്റർ അടിച്ച് നോക്കാം. -1/2 - 1 കാൽക്കുലേറ്റർ അടിക്കുമ്പോൾ -3/2 എന്ന് കാണിക്കും കേട്ടോ. ഇതിങ്ങനെ എഴുതി വയ്ക്കുക. ഇതാണ് ആൻസർ. അത് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതുവരെ എഴുതിയ നേരത്തെ പോലെ വെലോസിറ്റി വരെ വെച്ച് നിർത്തുക. ബാക്കിയുള്ളത് എന്തെങ്കിലും എഴുതി വയ്ക്കുക. അതപ്പോൾ നടക്കുള്ളൂ. ഇത് ഡിഫറൻസിയേഷൻ്റെ ബേസിക് നന്നായി പഠിച്ചാലേ ഇത് കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതേപോലെ ചെയ്യുന്ന ഇത്രയും വലിയ ക്വസ്റ്റ്യൻസ് ചോദിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എന്നെ അറിയില്ലെങ്കിലും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വയ്ക്കുക. കേട്ടല്ലോ? അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് എന്ന് പറഞ്ഞാൽ മാക്സിമം മിനിമയുടെ ഇതേപോലെ സിമ്പിൾ ഡെറിവേറ്റീവ് വരുന്ന മാക്സിമം മിനിമം വരുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. ഇതിൻ്റെ ഒരു എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ? നമ്മൾ അവസാനം കൺഫ്യൂഷനായിട്ട് നിർത്തണ്ട. ഈ തൽക്കാലം ഈ ക്വസ്റ്റ്യൻ എഴുതിയേക്ക് ഇങ്ങനെ. ഇതിൻ്റെ ഒരു എളുപ്പത്തിലെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് നിർത്താം ഈ ഒരു സെക്ഷൻ. ഓക്കെ. ഇനി ഞാൻ പറഞ്ഞിട്ടിപ്പോൾ കൺഫ്യൂഷനായി വെച്ച് നിർത്തണ്ട. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. തൽക്കാലം ഇത് എഴുതിയിരിക്കാം കേട്ടോ. ഇതെല്ലാവർക്കും മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ സ്പീഡിലാക്കിയത്. ഒരു ക്വസ്റ്റ്യൻ ആക്സലറേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, കുഴപ്പമില്ലല്ലോ.
അപ്പോൾ ഒരെണ്ണം കൂടി ചെയ്യണേ. നമുക്ക് എന്തായാലും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ നിർത്തണ്ട, ഒരു ഈസി ക്വസ്റ്റ്യൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അയ്യോ സാറേ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് വന്നപ്പോൾ കയ്യിൽ നിന്ന് പോയ പോലെ ഉണ്ടാവും. അപ്പോൾ അത് വേണ്ട, ഒരു ക്വസ്റ്റ്യൻ എഴുതാം. ഇതേപോലത്തെ നമ്മൾ ചെയ്താണ്, വളരെ സിമ്പിളാണ്. ഇത് സിമ്പിളാണ് ചോദിക്കാറുള്ളൂ കേട്ടോ, അല്ലാതെ ഈ റൂട്ട് 2ൻ്റെ എപ്പോഴെങ്കിലും ഒരിക്കലൊക്കെ ചോദിക്കുക. ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, എഴുതിക്കോളൂ. എന്താ പറയുക, ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് ഗിവൺ ബൈ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ തനിയെ ചെയ്തോളൂ കേട്ടോ. ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി പാർട്ടിക്കിൾ ഈസ് ഗിവൺ ബൈ S = 2t³ മൈനസ് 9t² പ്ലസ് 12t plus 6. Find the value of t when the acceleration is 0. വളരെ എളുപ്പമാണ്. വാല്യൂ നമ്മൾ നേരത്തെ ചെയ്തില്ല, ആദ്യം ചെയ്ത ക്വസ്റ്റ്യൻ പോലെ. അതായത് ആക്സലറേഷൻ 0 ആകുമ്പോൾ എന്താണ് ടിയുടെ വാല്യൂ? ഫൈൻഡ് ദ വാല്യൂ ഓഫ് ടി വെൻ ദ ആക്സലറേഷൻ ഈസ് 0. ടിയുടെ വാല്യൂ കാണണം ആക്സലറേഷൻ 0 ആകുമ്പോൾ. Also find the velocity at that time. Also find the velocity at that time. ആ ടൈമിൽ വെലോസിറ്റിയും കണ്ടുപിടിക്കണം. Also find the velocity at that time. ആ ടൈമിലുള്ള വെലോസിറ്റിയും കണ്ടുപിടിക്കണം. ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എസ് തന്നിട്ടുണ്ട്, ഡിഫറൻഷ്യേറ്റ് ചെയ്യും വിത്ത് റെസ്പെക്ട് ടു ടി. വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. അപ്പോൾ എന്താണ് v = ds/dt. നേരത്തെ പറഞ്ഞ പോലെ ചെയ്തോ. 2 × t³ ഡെറിവേറ്റീവ് എന്താ? 3t² മൈനസ് 9 × t² ഡെറിവേറ്റീവ് എത്ര? 2t പ്ലസ് 12 × ടിയുടെ ഡെറിവേറ്റീവ് 1 പ്ലസ് 0. ആൻസർ 6t² മൈനസ് 2 × 9 എത്രയാ? 18t പ്ലസ് 12 എന്ന് കിട്ടി. നേരത്തെ പോലെ ഡിഫറൻഷ്യേറ്റിംഗ് അഗെയിൻ ഒരിക്കൽ കൂടി ചെയ്തു. മനസ്സിലായോ? അപ്പോൾ എന്താ വരിക? ആക്സലറേഷൻ = dv/dt. 6 × t² ഡെറിവേറ്റീവ് 2t മൈനസ് 18 × ടിയുടെ ഡെറിവേറ്റീവ് 1 പ്ലസ് 12ൻ്റെ ഡെറിവേറ്റീവ് 0. അപ്പോൾ ആൻസർ 12t മൈനസ് 18. ഓക്കെ ആണോ? എസ് തന്നിട്ടുണ്ട് നേരത്തെ പോലെ. വാല്യൂ ഓഫ് ടി വെൻ ആക്സലറേഷൻ ഈസ് 0 എന്നാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ് അല്ലേ? എസ് തന്നിട്ടുണ്ട്. ഫൈൻഡ് ടി വെൻ ആക്സലറേഷൻ = 0. ആക്സലറേഷൻ 0 ആകുമ്പോൾ ടിയുടെ വാല്യൂ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ വെലോസിറ്റി കണ്ടു, വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ ഒരിക്കൽ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ വെലോസിറ്റി കിട്ടും, വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ ആക്സലറേഷൻ കിട്ടി. ഇനി ഇതാണ് ക്വസ്റ്റ്യൻ. അവർ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. വെൻ ആക്സലറേഷൻ ഈസ് 0 എന്നാണ്. വെൻ ആക്സലറേഷൻ ഈസ് 0. ആക്സലറേഷൻ 0 ആണെങ്കിൽ എന്തുണ്ടാവുക? a = 0 കൊടുത്തു. അതായത് 12t മൈനസ് 8 = 0. 18 = 0. ഇതല്ലേ നമ്മൾ കണ്ടുപിടിച്ചത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ടി കണ്ടുപിടിച്ചോ. അപ്പോൾ 12t = 18. മനസ്സിലായോ? ആക്സലറേഷൻ 0 എന്ന് കണ്ടുപിടിച്ചു കേട്ടോ. അപ്പോൾ t = 18/12. കാൽക്കുലേറ്റർ അടിച്ചു നോക്കുക. 18/12 അല്ലെങ്കിൽ വെട്ടിക്കളയണം. 3/2 ആണ് കിട്ടുക കേട്ടോ. കാൽക്കുലേറ്റർ അപ്പോൾ 1.5 എന്ന് എഴുതിച്ചാൽ മതി. അങ്ങനെ തന്നെ എഴുതിച്ചാൽ മതി, കുഴപ്പമില്ല കേട്ടോ. ടിയുടെ വാല്യൂ 1.5 എന്ന് കിട്ടും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ആ വാല്യൂ വെലോസിറ്റിയിൽ ഇട്ട് കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്. എന്താണ് വെലോസിറ്റിയുടെ ഇക്വേഷൻ? 6 × t² മൈനസ് 18t പ്ലസ് 12. 1.5 അതിലിട്ട് കൊടുത്തോ. 6 × 1.5ൻ്റെ സ്ക്വയർ മൈനസ് 18 × 1.5 പ്ലസ് 12. അത് കാൽക്കുലേറ്റർ അടിച്ചു നോക്കാം കേട്ടോ. എത്രയാ?
നമ്മൾ ചെയ്ത മോഡലാണിത്. 6 × 1.5 × 1.5 മൈനസ് 18 × 1.5 പ്ലസ് 12. എനിക്ക് ആ ആ ആ 18 പ്ലസ് ഇൻറ്റു ടി പ്ലസ് 12 അല്ലേ? അതായത് 9 × 2 ആണ് 18 ആയത്. പിന്നെ പ്ലസ് 12 ആണ്. പ്ലസ് 12 × 1 12 അത് ഒരുമിച്ച് ആക്കരുത്. 18 ടി ഒരു ടേം, 12 × 1 ആണ് അടുത്ത ടേം കേട്ടോ. ക്ലിയർ അല്ലേ? ഇതൊന്ന് തനിയെ ചെയ്ത് നോക്കണേ, ഒരിക്കൽ കൂടി ചെയ്ത് നോക്കട്ടാ. കാരണം 2 ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും ഉണ്ട്, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും ഇതിൽ നിന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഈ വെലോസിറ്റി ആക്സലറേഷനാണ്. അത് ക്വസ്റ്റ്യൻ ഏടെ അവിടെ 0 എടുക്കുക. അതായത് 12t - 18 = 0. ഏതാ? അങ്ങനെ പ്രത്യേകിച്ച് ഇക്വേഷൻ ഒന്നുമില്ല. നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷന് 0 കൊടുക്കുക. ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കണതാണ് ആക്സലറേഷൻ 0 എന്ന്. അപ്പോൾ നമ്മൾ എന്താണോ കണ്ടുപിടിച്ചത് അത് = 0 കൊടുത്തു. നമ്മൾ കണ്ടുപിടിച്ച ആക്സലറേഷൻ അല്ലേ 12t - 18 അല്ലേ? അതിനെ ഈ കിട്ടിയ ആൻസറിനെ = 0 കൊടുത്തു. മനസ്സിലായോ? ക്വസ്റ്റ്യൻ വായിക്കുക. ക്വസ്റ്റ്യനിൽ എന്താ പറയണത്? ഫൈൻഡ് ടി കാണാൻ, ആക്സലറേഷൻ കാണാനല്ല ക്വസ്റ്റ്യൻ. നമ്മൾ ആദ്യം ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? ഫൈൻഡ് ടി വെൻ ആക്സലറേഷൻ ഈസ് 0. ആക്സലറേഷൻ 0 എന്ന് കൊടുത്താൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ടി എന്നാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായോ? ആക്സലറേഷന് 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ടിയുടെ വാല്യൂ? നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ഒരു ചെയ്ത ഓർമ്മയുണ്ടോ? ആക്സലറേഷന് 12 എന്ന് കൊടുത്തിട്ട് ചെയ്തത്. ആദ്യം ചെയ്ത ക്വസ്റ്റ്യൻ അതുപോലെ = 12 എന്ന് കൊടുക്കുന്നതിന് പകരം = 0 എന്ന് നമ്മൾ കൊടുത്തു. ഓക്കെ ആണോ? അപ്പോൾ ഓക്കെ എന്നൊക്കെ ശ്രദ്ധിക്കുക. ഇതിൽ നമുക്കിനി ഒരു ബലൂണിൻ്റെ പ്രോബ്ലം ഉണ്ട്, ഒരു സ്പിയറിൻ്റെ പ്രോബ്ലം കേട്ടോ. ബലൂണ് സ്പിയർ പോലത്തെ ബലൂണിൻ്റെ പ്രോബ്ലം ഉണ്ട്, അത് നോക്കണം. പിന്നെ ഒരു മാക്സിമം ഡിഫ്ലക്ഷൻ തന്നെ ടോപ്പിക് ഉണ്ട്. രണ്ട് ടോപ്പിക്ക്, മാക്സിമം മിനിമം കാണുന്ന ഒരു ക്വസ്റ്റ്യനും പിന്നെ ഒരു ബലൂണിൻ്റെ പ്രോബ്ലം. ആ രണ്ട് ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിഫറൻസിയേഷൻ ശരിയാക്കാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, പോളിടെക്നിക്കിൻ്റെ വീഡിയോസ് നോക്കുക. അതിൽ മാത്തമെറ്റിക്സ് 1 ആദ്യത്തെ 5 വീഡിയോ കേട്ടോ. ലേറ്റസ്റ്റ് അല്ല, 2018 ചെയ്ത വീഡിയോ ആണ്, എങ്കിലും അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആദ്യത്തെ 5 വീഡിയോ കാണണം കേട്ടോ.